we can use both primary and secondary alcohols. By using alcohols, the first method is by oxidation of alcohols. The main oxidation of alcohol is open air oxidation. It is a name reaction. This reaction is very important reaction in the synthesis of aldehydes and ketones. And second reaction is dehydration of alcohols. So from alcohols we can use primary and secondary alcohols for the preparation of aldehydes and ketones. First method is by oxidation of alcohols. That reaction is the name reaction which is known as open air oxidation. Second one is dehydration of alcohols. മനസ്സിലായോ? Then അടുത്ത preparation ആണ് from alkane nitriles or alkyl cyanides. Here നിങ്ങൾ നോക്കൂ, നൈട്രൈൽസ് ഓർ സൈനൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് കാർബൺ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ. ഏതാണ് ആൽക്കൈൽ നൈട്രൈൽസ് ഓർ ആൽക്കൈൽ സൈനൈഡ്സ് എന്ന് പറഞ്ഞാൽ കാർബൺ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ നൈട്രൈൽസ് എന്ന് പറയുന്നത്. സോ ഫ്രം nitriles, that is the reaction is reduction. So reduction of nitriles we can synthesize aldehydes and ketones. That reaction is a name reaction which is known as Stephen reaction. What is it? Stephen reaction. Okay, so from reduction of nitrile we can prepare aldehydes and ketones. That reaction is known as Stephen reaction. Then രണ്ടാമത്തേതാണ് reduction of nitrile with dibal H. അതെന്താണെന്നുള്ളത് അതെത്തുമ്പോൾ പറഞ്ഞുതരാം. reduction of nitrile with dibal H. Then അടുത്തതാണ് ഫ്രം ആസിഡ് ക്ലോറൈഡ്സ്. അതിൽ നമുക്ക് 3 മെത്തേഡ്സ് വരുന്നുണ്ട്. ഒന്ന് റിഡക്ഷൻ ഓഫ് ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡിന് റിഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ദാറ്റ് റിഡക്ഷൻ ഇസ് നോൺ ആസ് റെസമൻസ് റിഡക്ഷൻ. വാട്ട് ഈസ് ഇറ്റ്? റെസമൻസ്. അവിടെ എൻ സൈലൻ്റ് ആണ് കേട്ടോ. റെസമൻസ് റിഡക്ഷൻ, അതും നെയിം റിയാക്ഷനാണ്, നമുക്ക് വേണ്ടിയതാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. യു ആർ വെരി ഫെമിലിയർ വിത്ത് ദാറ്റ് റിയാക്ഷൻ അല്ലേ? ഇൻ ദ ബെൻസീൻ or aromatic like compounds, all aromatic benzene like compounds will give this Friedel-Crafts reaction, acylation. And then third one is with organocadmium compound or dialkyl cadmium. Okay, so from acid chlorides it have 3 methods. One is reduction of acid chloride, second one is Friedel-Crafts acylation, third one is with organocadmium. Then fourth one is by ozonolysis of alkenes. Alkenes നെ ഓസോണലൈസ് ചെയ്ത് കഴിഞ്ഞാലും we got aldehydes and ketones. The last one is from calcium carboxylates, that is pyrolysis of calcium salt of acid. Calcium saltsനെ പൈറോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ബ്രേക്ക് ഡൗൺ ടൈപ്പ് റിയാക്ഷൻസ്. ഫ്രം പൈറോളിസിസ് we can also prepare aldehydes and ketones. അപ്പം these are the main preparative methods of aldehydes and ketones. First one from alcohol, second one alkene nitriles, third one from acids and chlorides, from acid chlorides, then fourth one by ozonolysis of alkenes, fifth one from calcium carboxylates. Okay, ദെൻ അപ്പോൾ ഇത്രയും 5 മെത്തേഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ തന്നെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്നത് ഓപ്പൺ എയർ ഓക്സിഡേഷൻ, സ്റ്റീഫൻ റിയാക്ഷൻ, റൊസമൻ റിഡക്ഷൻ, അതുപോലെ ഓസോണോളിസിസ് ഓഫ് ആൽക്കിൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നെടുത്ത് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഫ്രം ആൽക്കഹോൾസ്. ഇൻ ദിസ് കേസ് വി യൂസ് പ്രൈമറി ആൽക്കഹോൾസ് ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ്. നിങ്ങൾക്ക് അറിയാമോ മക്കളെ, പ്രൈമറി ആൽക്കഹോൾസും സെക്കൻഡറി ആൽക്കഹോൾസും എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആൽക്കഹോൾസിന് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് എന്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കൂ, ഫസ്റ്റ് ബൈ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ് ആണ്. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആൽഡിഹൈഡ്സിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് പ്രൈമറി ആൽക്കഹോൾസ്. അത് മറക്കരുത്, ഇത് ബേസാണ്. ഫ്രം പ്രൈമറി ആൽക്കഹോൾസ് വി ക്യാൻ പ്രിപ്പയർ ആൽഡിഹൈഡ്സ്. ഓക്കെ, എന്താണ് പ്രൈമറി ആൽക്കഹോൾസ് എന്ന് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ആൽഡിഹൈഡ്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആ ആൽഡിഹൈഡിനെ വീണ്ടും നമ്മൾ ഓക്സിഡൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് കാർബോക്സിലിക് ആസിഡ്. നമുക്ക് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും അല്ലേ? അപ്പം നമ്മൾ നോക്കുക. അപ്പം മിസ് ഇവിടെ ജസ്റ്റ് ഫസ്റ്റത്തിന് ഒരു കാര്യം പറയട്ടെ. പ്രൈമറി ആൽക്കഹോളിൽ നിന്ന് ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ പറ്റും. സെക്കൻഡറി ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? കീറ്റോണും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബേസിക് കോൺസെപ്റ്റാണ്. അപ്പം ആൽക്കഹോളിനെ എന്താ ചെയ്യേണ്ടുന്നത്? ഓക്സിഡൈസ് ചെയ്യുക. ഓക്സിഡേഷൻ. ഓൺ ഓക്സിഡേഷൻ
primary alcohol giving aldehyde as the product and secondary alcohol giving ketone as the product. ഇനി അതിൻ്റെ ജനറൽ ഫോമുല നോക്കാം. ഇവിടെ നോക്കൂ, ഇതാണ് പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് കാർബൺ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കാർബണിലാണ്. അതായത് ഇവിടെ ശരിക്കും എന്താ പറയുക, ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് OH ഗ്രൂപ്പ് വന്നിട്ടുള്ളത് അല്ലേ. സോ ദിസ് ഈസ് പ്രൈമറി ആൽക്കഹോൾ. സെക്കൻഡറി ആണെങ്കിലോ ഇവിടെ എന്താണ്, 2 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരും, ഒരു OH ഗ്രൂപ്പ് വരും. അതാണ് എന്ത്, സെക്കൻഡറി ആൽക്കഹോൾ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, പ്രൈമറി ആൽക്കഹോളിനെ നമ്മൾ എന്ത് ചെയ്തു, ഓക്സിഡൈസ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് കിട്ടി, ആൽഡിഹൈഡ് കിട്ടി. ഇതും കൂടെ പഠിക്കണം. ഈ കിട്ടിയ ആൽഡിഹൈഡിന് വീണ്ടും ഫെർദർ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കാർബോക്സിലിക് ആസിഡ് പ്രോഡക്റ്റായിട്ട് കിട്ടും. മറക്കരുത്, പ്രൈമറി ആൽക്കഹോൾ on oxidations giving aldehyde as the product, which is on further oxidizing giving carboxylic acid as the product. ഇതൊക്കെ വളരെ സിമ്പിൾ റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇനി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ റിവേഴ്സിബിൾ റിയാക്ഷൻ പോസിബിൾ അല്ല. പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് മാത്രമേ തരുള്ളൂ. ആ ആൽഡിഹൈഡ് ഒരിക്കലും ബാക്ക് റിയാക്ഷൻ തരില്ല. ദെൻ ആൽഡിഹൈഡിനെ വീണ്ടും നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം ദ ഓക്സിഡേഷൻ ഈസ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോമൺ ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ആർ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം, KMnO4, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആൻഡ് CrO3, ക്രോമിയം ട്രയോക്സൈഡ്. ഓക്കെ, അപ്പം ഇൻ ദ ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ, what are the common oxidizing agents are used? KMnO4, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആൻഡ് CrO3. ഇത് 1 വേർഡിനെ ചോദിക്കുന്നതാണ്.